യാ ഇബാദല്ലാഹ് ഊസീകും ബിത്തഖ്വല്ലാഹ്. അള്ളാഹുവിനെ സൂക്ഷിച്ച് അവനെ വഴിപ്പെട്ട് ജീവിക്കണമെന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് ഗാമിദിയ ഗോത്രക്കാരിയായ ഒരു പെണ്ണ്, ഇമ്രഅത്തും മിൻ ഗാമിദ്, അവർ കടന്നു വരികയാണ്. ഫഖാലത്ത്, വന്നുകൊണ്ട് ആ പെണ്ണ് പറയുന്നു, യാ റസൂലല്ലാ, അള്ളാഹുവിൻ്റെ റസൂലെ, തൊഹിർനി, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ കഴിയും, അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു വ്യഭിചാരി പെണ്ണാണ് ഞാൻ, സിനയിലേർപ്പെട്ട, വ്യഭിചാരത്തിലേർപ്പെട്ട പെണ്ണാണ്, അതുകൊണ്ട് തൊഹിർനി, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം, എന്നെ ഒന്ന് കഴുകണം. 4 സാക്ഷികൾ അവരുടെ കൂടെയില്ല. നാട്ടിലെ ശുർത്ത, പോലീസുകാർ, അവർ പിടികൂടി കൊണ്ടുവന്നതല്ല. ഏതെങ്കിലും വിധത്തിൽ അവർ ചെയ്ത തിന്മ ലോകമറിഞ്ഞിട്ടില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ വിങ്ങലാണ് തൗബ. ആ തൗബയാണ് ഒറ്റക്കൊരു പെണ്ണിനെ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് തൻ്റെ സങ്കടങ്ങളുമായി എത്തിച്ചിട്ടുള്ളത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, വൈഹക്കി ഇർജിഇ ഫസ്തഗ്ഫിരി വതൂബി ഇലൈ, പെണ്ണെ നീ തിരിച്ചുപോ, നീ മടങ്ങണം, അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാറിനെ ചോദിക്ക്, അള്ളാഹുവിനോട് തൗബ ചോദിക്ക്. അള്ളാഹുവിൻ്റെ റസൂൽ കരുതുന്നത് അതോടുകൂടെ ആ പെണ്ണ് തിരിച്ചു പോകുമെന്നാണ്. അവരോട് തിരിച്ചു പോകാൻ പറഞ്ഞാൽ അതോടുകൂടെ തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു മടങ്ങും എന്നാണ് റസൂലുള്ളാഹി കരുതിയത്. പക്ഷെ ആ പെണ്ണിൻ്റെ മറുപടി കടുപ്പമുള്ളതായിരുന്നു. ഫഖാലത്ത്, ആ പെണ്ണ് പറയുന്നു, അറാക തുരീദു അൻ തുറദ്ദിദനി കമാ റദ്ദത്ത മാഇസ് ബിൻ മാലിക്. അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങ് കരുതുന്നത് മാഇസ് ബിൻ മാലിക് തിരിച്ചു നടന്നതുപോലെ ഞാൻ തിരിച്ചു നടക്കുമെന്നാണോ? തിരിച്ചു പോകാൻ പറഞ്ഞാൽ മാഇസ് പോയതുപോലെ ഞാൻ തിരിച്ചു പോകും എന്ന് കരുതിയോ? വല്ലാത്ത ഗാംഭീര്യമുണ്ട് ആ സംസാരത്തിന്. മാഇസ് റളിയല്ലാഹു തആല അൻഹുവിനോട് തൊട്ടു മുമ്പാണ് റസൂലുള്ളാഹി അദ്ദേഹത്തിനുള്ള ശിക്ഷ നടപ്പിലാക്കിയത്. വ്യഭിചരിച്ചു, റസൂലുള്ളാഹിയുടെ അരികിലേക്ക് വന്ന് കാര്യങ്ങൾ ഏറ്റുപറഞ്ഞു, ശിക്ഷയെ ആവശ്യപ്പെടുന്നു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് ചോദിക്കുന്നു, അദ്ദേഹം മദ്യപിച്ചുകൊണ്ടാണോ സംസാരിക്കുന്നത്? മദ്യലഹരിയിലുള്ള സംസാരമാണോ? സ്വഹാബാക്കളുടെ മറുപടി, അള്ളാഹുവിൻ്റെ റസൂലെ, മദ്യപിച്ചിട്ടില്ല. എന്തെങ്കിലും മാനസിക പ്രയാസങ്ങൾ മാഇസിനുണ്ടോ? അള്ളാഹുവിൻ്റെ റസൂലെ, അങ്ങനെ ഒരു മാനസിക പ്രയാസങ്ങളും ഒരു വൈകല്യങ്ങളും അതിലുള്ള സംസാരമല്ല. ഉറച്ച ബോധ്യത്തോടുകൂടെയാണ് മാഇസിൻ്റെ സംസാരം. മാഇസ്, താങ്കൾ ചുംബിച്ചിട്ടേ ഉള്ളൂ, സംസാരിച്ചിട്ടേ ഉള്ളൂ, നിങ്ങൾ കരുതുന്ന രൂപത്തിൽ മറ്റു പ്രയാസങ്ങളില്ല, തൗബ ചോദിക്കൂ, താങ്കൾ തിരിച്ചു പോകൂ എന്നു പറഞ്ഞപ്പോൾ ഒരല്പം ഒന്ന് പിറകോട്ട് നടന്ന് പിന്നീട് മാഇസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വരുന്നു. അതാണ് ആ പെണ്ണിൻ്റെ ചോദ്യം. മാഇസ് ഒന്ന് തിരിച്ചു പോയല്ലോ, അതുപോലെ ഞാനൊന്ന് പിറകോട്ട് നടക്കുമെന്ന് അങ്ങ് കരുതിയോ റസൂലേ? വല്ലാഹി ഇന്നി ലഹുബ്ല, എന്നെ നിങ്ങളെങ്ങനെ തിരിച്ചയക്കും? എന്നെ എങ്ങനെയാണ് നിങ്ങൾ തിരിച്ചു പറഞ്ഞയക്കുക? അള്ളാഹു തന്നെയാണ് സത്യം, ഞാനൊരു ഗർഭിണിയാണ്. തെളിവുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഒന്നുമില്ല എന്ന് പറഞ്ഞയക്കാൻ കഴിയില്ല നബിയെ, ശിക്ഷ നടപ്പിലാക്കണം. അള്ളാഹു തന്നെയാണ് സത്യം, ഞാനൊരു ഗർഭിണിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഫദ്ഹബി ഹത്താ തലിദി, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ തിരിച്ചു പോകൂ, പ്രസവം കഴിയട്ടെ. ആ കുഞ്ഞ് എന്തു തെറ്റാണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ തിരിച്ചു പോവുക, പ്രസവം കഴിയുന്നത് വരെ കാത്തിരിക്കുക. ഒരു 2-3 ദിവസങ്ങൾ കഴിഞ്ഞാൽ തിന്മയുടെ നമ്മുടെ മനസ്സിലുള്ള ശക്തി കുറയും.
അതൊന്നും അത്ര വലിയൊരു വിഷയമല്ല, അതൊന്നും അത്ര വലിയൊരു തെറ്റായിരുന്നില്ല എന്ന് തോന്നിത്തുടങ്ങും. ഒരു പ്രസവകാലം ഒരു പെണ്ണ് കാത്തിരിക്കാൻ മറന്നോ? ഇനി പോകേണ്ടതില്ല എന്നവർക്ക് തോന്നിയോ? പ്രസവം കഴിഞ്ഞു 1-ാമത്തെ തീയതി ആ ചെറിയ പൈതലിനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അവർ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ റസൂലെ, പറഞ്ഞ സമയം കഴിഞ്ഞു, എനിക്ക് നൽകിയ എൻ്റെ സമയം അവസാനിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ ആ പൈതലുമായി അങ്ങയുടെ അരികിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി കുട്ടിയുടെ വിഷയത്തിൽ എന്താണ് അങ്ങേക്ക് വിധിക്കാനുള്ളത്? അതങ്ങേക്ക് വിധിക്കാം. എൻ്റെ ശിക്ഷ നടപ്പിലാക്കണം. എൻ്റെ വിഷയം എൻ്റെ തെറ്റാണ്, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ അബദ്ധമാണ് എൻ്റെ വിഷയം, എൻ്റെ മകനേക്കാൾ. അതുകൊണ്ട് അല്ലാഹുവിൻ്റെ റസൂലെ, എൻ്റെ ശിക്ഷ നടപ്പിലാക്കണം. രോമനത്വമുള്ള കൊച്ചു പൈതലിനെ കയ്യിൽ കിട്ടുമ്പോൾ അവൻ ആദ്യാക്ഷരങ്ങൾ കുറിക്കുന്നതും അവൻ പിച്ച വെച്ച് നടക്കുന്നതും അവൻ്റെ ഓമനത്വമുള്ള പുഞ്ചിരിയും കാണാൻ കൊതിക്കാത്ത ഏതുമ്മയാണുള്ളത്? എല്ലാ ഉമ്മയുടെയും മനസ്സിൽ അവരുടെ മക്കളെക്കുറിച്ച് ഒരുപാട് കൊതികളുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ആ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കാത്ത ഏതുമ്മമാരാണുള്ളത്? പക്ഷെ അതിനേക്കാൾ വലിയ ആഗ്രഹമായിരുന്നു വന്നുപോയ തെറ്റിൽ നിന്ന് തൗബ നേടണമെന്ന കൊതി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇത് ഹബി ഫാർലി ഹത്താ തഫ്തിമി, പെണ്ണെ നീ തിരിച്ചു പോകണം, നീ തിരിച്ചു മടങ്ങണം. 2 വർഷക്കാലം ആ കുഞ്ഞിന് പാല് കൊടുക്കണം. അത് ആ കുഞ്ഞിനോടുള്ള കടമയാണ്. അതുകൊണ്ട് ഇത് ഹബി, നീ തിരിച്ചുപോ. പോകുന്ന സമയത്ത് 2 ആൾ അവരുടെ കൂടെ വേണം. നാട് വിടുന്നത് ശ്രദ്ധിക്കണം. ഒരു വ്യഭിചരിച്ച സ്ത്രീയാണവർ. എപ്പോഴും സംരക്ഷണത്തിന് 4 കണ്ണുകൾ ചുറ്റുപാടുണ്ടാകണം. ഒന്നുമില്ല, ഒരു പട്ടാളമോ ഒരു സൈന്യമോ ഒന്നും കൂടെ പറഞ്ഞയച്ചിട്ടില്ല. അള്ളാഹുവിൻ്റെ റസൂലിനറിയാം. അവർ പോയി. പിന്നീട് ചരിത്രത്തിൽ വീണ്ടും ആ പെണ്ണ് വരുന്നുണ്ട്. ആ വരുന്ന സമയത്ത് ദൂരെ നിന്ന് ആ പെണ്ണ് ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്, ഹാദാ യാ നബി അല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, ഇതാ അങ്ങ് കാണൂ, എന്നെ പറഞ്ഞയച്ചതല്ലേ, ഇതാ ഇനി അങ്ങ് കാണൂ. വഫിയദിഹി കിസ്റത്തു ഹുബ്സിൻ, ആ കൊച്ചു കുട്ടിയുടെ കയ്യിൽ ഒരു ഹുബ്സിൻ്റെ, ഒരു റൊട്ടിയുടെ കഷ്ണം ആ ഉമ്മ നൽകിയിട്ടുണ്ട്. തൻ്റെ 2 വയസ്സ് പ്രായമായ ആ പൈതലിൻ്റെ കയ്യിൽ ഒരു റൊട്ടിയുടെ കഷ്ണം നൽകി ആ ഉമ്മ ദൂരെ നിന്ന് റസൂലുള്ളാഹിയോട് പറയുന്നു, വഖദ് അഖലത് തആം, അള്ളാഹിൻ്റെ റസൂലെ കാണ്, എൻ്റെ കുട്ടി ഇതാ ഭക്ഷണം കഴിക്കുന്നു. ഇനി എൻ്റെ ആവശ്യമില്ല, ഇനി അവന് ഭക്ഷണം നൽകാൻ, അവന് പാലൂട്ടാൻ ഇനി എൻ്റെ ആവശ്യമില്ല. എൻ്റെ മകൻ അഖലത് തആം, അവൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്നെ തിരിച്ചയക്കാൻ നബിയെ അങ്ങേക്ക് ന്യായമില്ല. അള്ളാഹുവിൻ്റെ റസൂലെ, ശിക്ഷ നടപ്പിലാക്കണം. ഒരു 3 വർഷം എന്നുള്ളത് ഒരു തിന്മയെ മറക്കാൻ എത്രയോ വലിയ ഒരു കാലമാണത്. അതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന് തോന്നാൻ അത് ധാരാളമാണ്. 3 വർഷങ്ങൾ കഴിഞ്ഞു. പക്ഷെ ജീവിതത്തിൽ വന്നുപോയ തെറ്റാലോചിച്ചുകൊണ്ടുള്ള ആ ഗാമിദിയ പെണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ വേദനയുണ്ടല്ലോ, അതാണ് തൗബ. അതാണ് തൗബ. തൗബ ഏതെങ്കിലും അങ്ങാടികളിൽ പന്തല് കെട്ടി ഉറക്കെ വിളിച്ചു പറയുന്ന ഏതെങ്കിലും മന്ത്രങ്ങളല്ല തൗബ. നമ്മുടെ നാവ് കൊണ്ടുള്ള ഏതെങ്കിലും ഉരിയാടലുകളല്ല തൗബ. അഹാമിദിയ പെണ്ണിൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലാണ് തൗബ. മാഇസ് ബിൻ മാലിക്കിൻ്റെ ഹൃദയത്തിൻ്റെ വിങ്ങലാണ് തൗബ. ആ തൗബയാണ് നമുക്ക് വേണ്ടത്. ചരിത്രത്തിൽ കാണാം, അവർ ആ കൊച്ചു പൈതലിനെ ചുംബനം നൽകി. അവിടെ ഒരുമിച്ച് കൂടിയവരുടെ കൈകളിലേക്ക് ആ ഉമ്മ സ്വന്തം മകനെ പകുത്തു നൽകുകയാണ്. ആരും പിടിച്ചിറക്കിയിട്ടില്ല. സ്വന്തമായി ആ കുഴിയിലേക്ക് അവരിറങ്ങി നിന്നു. വിവാഹിതയാണ്. വ്യഭിചരിച്ചത് വിവാഹിതരാണ് എങ്കിൽ ഇസ്ലാമിക ശരീഅത്തിലെ നിയമം അവരെ എറിഞ്ഞുകൊല്ലുക എന്നുള്ളതാണ്. അത്രമാത്രം കടുപ്പമേറിയ തിന്മയാണ് സിന, വ്യഭിചാരം എന്നുള്ളത്. വഅമറ അന്നാസ അൻ യർമു,
അവരെ എറിയാൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചു. സഹാബാക്കൾ കല്ലുകൾ എറിഞ്ഞു. വഅഖ്ബല ഖാലിദ് ഇബ്നു വലീദ് ഫറമഅ റഅസഹ ഫതനല്ലഹ അദ്ദമു അലാ വജ്ഹി. ഖാലിദ് ഇബ്നു വലീദ് എറിഞ്ഞത് അവരുടെ തലയിൽ തട്ടി. അവരുടെ ശരീരത്തിലെ രക്തം ഖാലിദിൻ്റെ മുഖത്ത് തട്ടി. ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മുഖത്തേക്കാ രക്തം വരാൻ. ഫസബ്ബഹ, ഒരു വ്യഭിചാരി പെണ്ണിൻ്റെ രക്തം. ആ രൂപത്തിൽ മോശമായൊരു വാക്ക് ഖാലിദ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ നാവിൽ നിന്ന് വന്നു. ഫസമിഅ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം സബ്ബഹു ഇയ്യാ. ആ പെണ്ണിനെ പറ്റി ഖാലിദ് പറഞ്ഞ വാക്ക് അല്ലാഹുവിൻ്റെ റസൂൽ കേട്ടു. മഹ്ലൻ യാ ഖാലിദ്, ഖാലിദ് താങ്കളൊന്നടങ്ങണം, ശാന്തമാകണം. ഫവല്ലദീ നഫ്സി ബിയദി, അല്ലാഹു തന്നെയാണ് സത്യം. ലഖദ് താബത് തൗബ, ഖാലിദേ ആ പെണ്ണൊരു തൗബ ചെയ്തിട്ടുണ്ട്. ആ പെണ്ണിനു പറയാൻ ഒരു തൗബയുടെ കഥയുണ്ട് ഖാലിദ്. ആ തൗബ എങ്ങാനും ഇവിടെ ഒരുമിച്ചു കൂടി അവർക്ക് വീതിച്ചു നൽകുകയാണെങ്കിൽ അത് മതിയാകാതെ വരും. അത്രമാത്രം ഉന്നതമായൊരു തൗബ ആകാശ ലോകങ്ങളിലേക്ക് ഉയർന്നിട്ടുണ്ട് ഖാലിദ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുമ്മ അമറ ബിഹാ ഫസല്ല അലൈഹാ, അവർക്ക് വേണ്ടി ജനാസ നമസ്കരിക്കാൻ കൽപ്പിക്കുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല ചോദിച്ചു, യാ നബി അല്ലാഹ് തുസല്ലി അലൈഹ വഖദ് സനത്, അവരുടെ മേൽ ഞങ്ങൾ നമസ്കരിക്കണോ? വ്യഭിചരിച്ച ഒരു പെണ്ണല്ലേ അവർ, വ്യഭിചരിച്ചൊരു സ്ത്രീയല്ലേ അവർ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ മറുപടി, നിങ്ങളുടെ കൂട്ടത്തിലെ 70 ആളുകൾക്ക്, മദീനയിലെ 70 ആളുകൾക്ക് വീതിച്ചു നൽകിയാലും അവരുടെ തൗബ ബാക്കിയാണ്. അത്രയേറെ ഉന്നതമായ ഒരു തൗബയുടെ ഉടമയാണവർ. അതുകൊണ്ട് ചെന്ന് അവർക്ക് വേണ്ടി നമസ്കരിക്കൂ എന്ന് മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളെ പഠിപ്പിക്കുകയാണ്. സ്വഹാബാക്കൾ അവർക്ക് വേണ്ടി തൗബ ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ആ ഒരു തൗബയാണ് നമുക്കുണ്ടാകേണ്ടത്. അങ്ങനെ തിന്മകളിൽ ഹൃദയം വിറക്കുന്ന, ഹൃദയം കരയുന്ന, ഒറ്റക്കിരുന്നു കൊണ്ട് പാപങ്ങളെക്കുറിച്ച് ഓർക്കാൻ കഴിയുന്ന ഒരു മനസ്സ് നമുക്ക് നേടാൻ കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഈ ഒരു ചരിത്രം നമുക്ക് നൽകുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഒന്ന്, തൗബ ഒരാളെ ഉയർത്തും. തെറ്റ് ചെയ്യുക എന്നത് മനുഷ്യ സഹജമാണ്. ആ തിന്മകൾ ചെയ്യുമ്പോൾ, തിന്മകൾ സംഭവിച്ചാൽ തൗബ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം. തിന്മകളെക്കുറിച്ച് വിചാരണ ചെയ്യാൻ, സ്വന്തത്തെക്കുറിച്ച് വിചാരണ ചെയ്യാൻ സമയമുണ്ടാകണം. അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇവിടെ നമ്മളെ വിചാരണ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിൻ്റെ വിചാരണ എളുപ്പമാവുക. സ്വന്തത്തെ വിചാരണ ചെയ്യാത്തവൻ്റെ നാളെ പരലോകത്തെ വിചാരണ പ്രയാസമാണ്. ദിവസങ്ങളിങ്ങനെ കടന്നു പോകുന്നു, കാലങ്ങളിങ്ങനെ കഴിഞ്ഞു പോകുന്നു. 40 50 കൊല്ലം കഴിഞ്ഞിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കാൻ, തിന്മകളാണോ, എന്തെങ്കിലും വീഴ്ചകളുണ്ടോ, എന്തെങ്കിലും പോരായ്മകളുണ്ടോ, റബ്ബിന് വെറുക്കുന്ന ഏതെങ്കിലും പാപങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴുമുണ്ടോ, എൻ്റെ രഹസ്യം ശുദ്ധമാണോ എന്നൊന്ന് വിലയിരുത്താൻ, വിചാരണ ചെയ്യാൻ നമുക്ക് സമയമില്ല എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മുടെ നാളെയുള്ള വിചാരണ അത് പ്രയാസകരമായിരിക്കും. ഇവിടെ വിചാരണ ചെയ്തു പോകുന്നവരുടെ ഹിസാബ് അത് യസീറായിരിക്കും, എളുപ്പമായിരിക്കും എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നിസ്കാരം മാത്രമല്ല ഇബാദത്ത്, സക്കാത്ത് മാത്രമല്ല ഇബാദത്ത്, ഹജ്ജ് മാത്രമല്ല ഇബാദത്ത്. ഒറ്റക്കിരുന്ന് സ്വന്തം അമലുകളെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ രഹസ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ, നമ്മുടെ പരസ്യങ്ങളെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അതൊരു ഇബാദത്താണ്, ഹൃദയത്തിൻ്റെ അമലാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റൊരു വിഷയം, തൗബ നമ്മുടെ ഹൃദയം കഴുകും. അള്ളാഹു പുറത്തു നൽകുന്നവനാണ്, പാപങ്ങളെ മായ്ച്ചു കളയുന്നവനാണ്.
നാളെ പരലോകത്ത് തിന്മകൾക്ക് മറയിടുന്നവനാണ്. അതുകൊണ്ട് ആ റബ്ബിനോട് തേടുക, ഹൃദയം കഴുകുക, നാളെ പരലോകത്ത് മറയിടാൻ നമ്മൾ ആവശ്യപ്പെടുക. നമ്മുടെ റബ്ബിന് നമ്മൾ എത്ര തെറ്റ് ചെയ്താലും, എത്ര തെറ്റു നമ്മുടെ ജീവിതത്തിൽ വന്നാലും അത് പൊറുക്കാൻ കാരുണ്യവാനായ റബ്ബിനു മടിയില്ല. ആ ഒരു ഗുണം നമുക്കുണ്ടാകണം. പലപ്പോഴും ഒരു ചെറിയ വീഴ്ച, ഏറെ സ്നേഹിച്ച ഭാര്യയിൽ നിന്ന്, ഏറെ നമുക്ക് ഉപകാരം ചെയ്ത നമ്മുടെ കൂട്ടുകാരിൽ നിന്ന് ഒരു ചെറിയൊരു പോരായ്മ വന്നാൽ, ഒരു ചെറിയൊരു തെറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ വിട്ടുവീഴ്ചയില്ല, ബന്ധം മുറിക്കുന്നു, മരിക്കുന്നത് വരെ പൊറുക്കൂല. ഞാൻ മരിച്ചു കഴിഞ്ഞാലും മയ്യത്ത് കാണാൻ വരണ്ട. അതുപോലെയാണ് പല ആളുകളുടെയും സംസാരങ്ങൾ. പ്രിയമുള്ളവരെ, അള്ള പൊറുക്കാൻ നമ്മൾ കൊതിക്കുന്നുവെങ്കിൽ സൃഷ്ടികളോട് നമ്മൾ പൊറുക്കണം, സൃഷ്ടികളോട് വിട്ടുവീഴ്ച കാണിക്കണം. അള്ളാഹുവിൽ നിന്ന് പൊറുക്കലിന് നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ? അള്ള എൻ്റെ തെറ്റുകൾ പൊറുക്കണം, സൃഷ്ടികളുടെ തെറ്റുകൾ, എൻ്റെ പ്രിയപ്പെട്ടവരുടെ, എൻ്റെ ചുറ്റുമുള്ളവരുടെ വീഴ്ചകൾ ഞാൻ പൊറുക്കില്ല എന്നത് അത് അപകടമാണ്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുക, അവരോട് പൊറുക്കാൻ നമ്മൾ തയ്യാറാവുക. ഹൃദയത്തിൻ്റെ അമലാണ് തൗബ. അതുപോലെ തന്നെ വ്യഭിചാരത്തെ കരുതിയിരിക്കണം. വിവാഹിതരാണ് എങ്കിൽ ഇസ്ലാമിക ശരീഅത്തിൽ അതിനുള്ള ശിക്ഷ എന്നുള്ളത് അവരെ എറിഞ്ഞുകൊല്ലുക എന്നതാണ്. അത്രയേറെ വലിയ തോന്നിവാസം, അത്ര വലിയ അപകടമാണ് ഈ ദുനിയാവിൽ വ്യഭിചാരമെങ്കിൽ അതിൻ്റെ അനന്തരഫലം നാളെ ആഖിറത്തിൽ അതിനേക്കാൾ പ്രയാസകരമായിരിക്കും. പലിശ, ആ പലിശ ഉപയോഗിക്കുന്നവനെ കൊല്ലാൻ ഇസ്ലാമിക ശരീഅത്തിൽ നിയമങ്ങളില്ല. എന്നാൽ വ്യഭിചാരത്തിനുള്ള ശിക്ഷ അവരെ കൊല്ലുക എന്നതാണ് എങ്കിൽ, അത് എല്ലാവരും കൂടെ അധികാരം എടുത്ത് പോയി ചെയ്യുക എന്നതല്ല. അതിനൊരുപാട് നിബന്ധനകളുണ്ട്. അതിന് ഇസ്ലാമിക ശരീഅത്തിലെ കോടതിയുണ്ട്. 4 സാക്ഷികൾ അത്രയും വ്യക്തമായി വ്യഭിചാരം കണ്ണുകൾ കൊണ്ട് കാണുന്ന സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് അത്തരം തിന്മകൾ, ശിക്ഷകൾ നടപ്പിലാക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്ര വലിയൊരു ശിക്ഷ ഈ ദുനിയാവിലുണ്ട് എങ്കിൽ അതിനേക്കാൾ വലിയ ശിക്ഷകളായിരിക്കും അത്തരം ആളുകൾക്ക് ആഖിറത്തിൽ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് വ്യഭിചാരത്തിലേക്ക് എത്തിക്കുന്ന വഴികൾ, മൊബൈലിൽ ഭാര്യയുണ്ട്, പക്ഷേ ഭാര്യയെപ്പോലെ മറ്റുള്ളവരോട് സംസാരിക്കുന്ന മനുഷ്യരുണ്ട്. സ്വന്തമായൊരു ഭർത്താവുണ്ട്, പക്ഷേ ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റുള്ളവരോട് ഭർത്താവിനോടുള്ള സംസാരം പോലെ സംസാരിക്കുന്നവരുണ്ട്. ഇതെല്ലാം വലിയ അപകടങ്ങളിലേക്ക്, വലിയ തിന്മകളിലേക്ക് നമ്മളെ കൊണ്ടു ചെന്നെത്തിക്കും. വ്യഭിചാരം ഒരു ഫാഹിഷത്താണ്, എൻ്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെടുത്തുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. മറ്റൊന്ന്, തിന്മകൾക്ക് അനന്തരഫലമുണ്ട്. ഒരു തിന്മ വന്നോ, തൗബ ചെയ്തു എന്നതുകൊണ്ട് അതിൻ്റെ അനന്തരഫലം നഷ്ടപ്പെടില്ല. തൗബ ചെയ്തു, ഞാൻ മടങ്ങി, ഇനി അതിൻ്റെ ഒരു പ്രയാസവും ഉണ്ടാകരുത് എന്ന് കരുതിയിട്ട് കാര്യമില്ല. തിന്മകൾക്ക് അനന്തരഫലമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തിന്മ വന്നാൽ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരും. മഹാനായ സുഫിയാൻ സൗരി പറഞ്ഞു, ഒരു മനുഷ്യനൊരു ജമാഅത്ത് നഷ്ടപ്പെടുന്നില്ല അവൻ ചെയ്ത തിന്മകളുടെ അനന്തരഫലം കൊണ്ടല്ലാതെ. തിന്മകളുടെ അനന്തരഫലം നന്മകളെ നശിപ്പിക്കലാണ്. ഇമാം ഷാഫി റഹ്മഹുല്ല ഒരു സ്ത്രീയുടെ കാൽഭാഗം അശ്രദ്ധമായി അദ്ദേഹത്തിൻ്റെ കാഴ്ചയിൽപ്പെട്ടപ്പോൾ പഠിച്ച ഹിഫ്ള് നഷ്ടപ്പെട്ടു, പഠിച്ച ഇൽമ് നഷ്ടപ്പെട്ടു. ഉസ്താദ് വക്കീലിൻ്റെ അരികിലേക്ക് വന്ന് സങ്കടം പറയുന്നുണ്ട്. ഞാൻ പഠിച്ച പാഠങ്ങൾ, എൻ്റെ വിജ്ഞാനം, ഒരു അശ്രദ്ധമായ ഒരു ഹറാമ് എൻ്റെ കണ്ണിലൊന്ന് പതിഞ്ഞപ്പോൾ എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് ചെറിയ വിദ്യാർത്ഥിയായിരിക്കുന്ന ഇമാം ഷാഫിഈ ഉസ്താദ് വക്കീലിനോട് സങ്കടം പറയുന്നു. എങ്കിൽ അറിഞ്ഞുകൊണ്ട് നമ്മുടെ സ്ക്രീനിൽ ഇങ്ങനെ തോണ്ടി ഓരോ തോന്നിവാസങ്ങൾ കണ്ണിലൂടെ മറഞ്ഞു പോകുമ്പോൾ, കണ്ണിലൂടെ അതിങ്ങനെ കണ്ട് ദിവസത്തിൽ 2-3 മണിക്കൂറുകൾ നമ്മൾ ചിലവഴിക്കുമ്പോൾ നമ്മുടെ ഇൽമ്, നമ്മുടെ ഈമാൻ, നമ്മുടെ ഇഖ്ലാസ്, നമ്മുടെ നമസ്കാരത്തിലെ ഖുശൂഅ് ഇതിനെയെല്ലാം ബാധിക്കും. തിന്മകൾക്ക് അനന്തരഫലമുണ്ട് എന്നത് തിരിച്ചറിയുക. അതിനേക്കാൾ എല്ലാം വലിയൊരു പാഠം ഈ ഒരു ശിക്ഷ നടപ്പിലാക്കുന്നത് 100 കണക്കിന് സ്വഹാബികൾ കണ്ടു. ഈ ഹദീസ് 100 കണക്കിന് സനദുകളിലൂടെ കൈമാറി വന്നതാണ്. സ്വഹാബികളെല്ലാവരും കണ്ട ഒരു കാര്യം, ശിക്ഷ നടപ്പിലാക്കുന്നത് പരസ്യമായിട്ടാണ്. കാരണം അത് സമൂഹത്തിനുള്ള താക്കീതാണ്. ഇസ്ലാമിലെ ശിക്ഷകൾ ഇനി തിന്മകൾ ആവർത്തിക്കാതിരിക്കാനാണ്, ഇതുപോലെയുള്ള അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാനാണ്. പരസ്യമായി ആ ശിക്ഷ നടപ്പിലാക്കി. ജനങ്ങൾ കണ്ടു, സ്വഹാബികൾ കണ്ടു.
അവർ അടുത്ത തലമുറക്ക് ഹാമിദിയ പെണ്ണിന്റെ ചരിത്രം കൈമാറിക്കൊടുത്തു. ആ പെണ്ണിന്റെ പേരെന്താണ്? അവർക്കെല്ലാം അറിയുന്ന ആ സ്വഹാബ വനിതയുടെ പേരെന്താണ്? ചരിത്രത്തിൽ എവിടെയെങ്കിലും ഇതാ ഞങ്ങളുടെ അയൽക്കാരിയായ ഇന്ന പെണ്ണ്, അവരുടെ പേരിന്നതാണ്, ഒരാളും കൈമാറിയിട്ടില്ലല്ലോ. അവരെല്ലാം കണ്ട ഒരു തിന്മ, അവരെല്ലാവരും അറിഞ്ഞ ഒരു ഹദ്, ഇസ്ലാമിക ശരീഅത്തിലെ ഒരു ശിക്ഷ, അത് അടുത്ത തലമുറക്ക് കൈമാറിയപ്പോൾ ഒരാൾ പോലും ആ സ്വഹാബ വനിതയുടെ പേര് പറഞ്ഞില്ല. നാവിൻ്റെ സൂക്ഷ്മതയാണത്. തിന്മകൾ അവർ പരസ്യപ്പെടുത്തിയിട്ടില്ല. ഇതാ സൈനബാണ്, ഫാത്തിമയാണ്, ഇന്നവളാണ്, ഒരാളും പറഞ്ഞിട്ടില്ല, ആർക്കും അറിയില്ല. അടുത്ത തലമുറയോട് ആ ചരിത്രം കൈമാറി, ആ പെണ്ണിൻ്റെ പേര് അവർ കൈമാറിയില്ല. എത്രമാത്രം സൂക്ഷ്മത! ഇന്നോ തെറ്റ് നടക്കണമെന്നില്ല, എന്തെങ്കിലുമൊക്കെ കേൾക്കുമ്പോഴേക്കും ബാക്കി നമ്മുടെ വക ചേർത്തുകൊണ്ട് ഇല്ലാത്ത കഥകൾ നാട്ടിൽ പ്രചരിപ്പിക്കുന്നു. സോഷ്യൽ മീഡിയകളിലൂടെ കേൾക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. നാം ശ്രദ്ധിക്കുക, നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. ഒരാളെപ്പറ്റി ഒരു തിന്മ പ്രചരിപ്പിക്കുന്ന അവനങ്ങനെ, അവളങ്ങനെ, അവരങ്ങനെയാണെങ്കിലും ആ സംസാരം, ആ പ്രചരിപ്പിക്കൽ നമ്മുടെ ആഖിറത്തിനെ ബാധിക്കുന്നതാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായി പാവങ്ങൾ ഏറ്റുപറയുക. ചോദിക്കാനുള്ളത് നമ്മുടെ റബ്ബിനോട് ചോദിക്കുക. സാലിഹ് നബി അലൈഹിസ്സലാം അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയൊരു വാക്കുണ്ട്, ഇന്ന റബ്ബി മുജീബുൻ ഖരീബ്. എൻ്റെ റബ്ബ് മുജീബാണ്, ഖരീബാണ്. എൻ്റെ റബ്ബ് എൻ്റെ തൊട്ടരികിൽ എൻ്റെ ഉത്തരം നൽകുന്നവനാണ്. ഞാൻ ചോദിച്ചാൽ എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകുന്ന മുജീബാണ് റബ്ബ്. ആ ഒരു ബോധം നമുക്കുണ്ടോ? ആ ഉറപ്പ് നമുക്കുണ്ടോ? സ്വാലിഹ് നബിക്ക് ആ ഉറപ്പുണ്ടായിരുന്നു. അള്ളാഹിനോട് ചോദിച്ചാൽ ഉത്തരം കിട്ടും, ചോദിച്ചാൽ കിട്ടും, ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ശത്രുക്കളുമായി, അന്നുണ്ടായിരുന്ന മുശ്രിക്കീങ്ങളുമായി സംസാരിച്ചപ്പോൾ, സ്വാലിഹേ നീ ഹക്കിലാണെങ്കിൽ ഇതാ ആ വലിയ പാറക്കെട്ടിൽ നിന്ന് ഒരു ഒട്ടകത്തെ കൊണ്ടുവാ. നേരെ നടന്നില്ലേ ആ പാറക്കെട്ടിൻ്റെ അരികിലേക്ക്? ആ പാറയുടെ മുന്നിൽ ചെന്നിട്ട് പ്രാർത്ഥിക്കാണ്, പടച്ചോനെ ആ പാറയുടെ ഉള്ളിൽ നിന്ന് എനിക്കൊരു ഒട്ടകത്തെ കൊണ്ടുവരണേ. പ്രകൃതിയിൽ അങ്ങനെ ഒരു നിയമമുണ്ടോ, പാറയുടെ ഉള്ളിൽ നിന്ന് ഒട്ടകം പുറത്തേക്ക് വരിക എന്ന്? പക്ഷെ സ്വാലിഹ് നബി ചോദിച്ചു, എന്തേ കാരണം? ഇന്ന റബ്ബി മുജീബുൻ ഖരീബ്, എൻ്റെ റബ്ബ് മുജീബാണ്, ഉത്തരം നൽകും. ഞാൻ ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം നൽകുന്നവനാണ് എൻ്റെ റബ്ബ്. ഉറപ്പായിരുന്നു. ആ ഉറപ്പാണ് നമുക്ക് വേണ്ടത്. ഡോക്ടർമാർ വിധി എഴുതിയോ ഇനി പരിഹാരങ്ങളില്ല എന്ന്? നമ്മൾ തളർന്നു പോവുകയാണോ? നമ്മൾ നിരാശപ്പെടുകയാണോ? എന്തിനാണ് നിരാശ? എൻ്റെ റബ്ബ് മുജീബാണ്. എനിക്ക് ഹൈറാണെങ്കിൽ എൻ്റെ രോഗം മാറ്റാൻ എൻ്റെ റബ്ബിന് കഴിയും. സാമ്പത്തികമായ പ്രയാസങ്ങളുണ്ടോ? സാമ്പത്തിക പ്രയാസങ്ങളുടെ നടുങ്കഴത്തിൽ നിൽക്കുകയാണോ നിങ്ങൾ? ചോദിക്കുക റബ്ബിനോട്. ആ റബ്ബ് നമ്മുടെ മുന്നിൽ ഒരു വഴിയൊരുക്കും. മൂസാ നബി അലൈഹി സ്വലാമിന് വഴിയൊരുക്കിയില്ലേ? എല്ലാ അർത്ഥത്തിലുമുള്ള ജീവിതം അറ്റുപോയി എന്ന് വിചാരിച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ മൂസാ നബിക്ക് ഉറപ്പായിരുന്നു പടച്ചോൻ വഴി കാണിക്കും. കടല് പിളർന്നു, കടല് രണ്ടായി പിളർന്നു, മുന്നിലൊരു വഴിയൊഴുങ്ങി. നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികളാണ് എങ്കിലും ആ റബ്ബിനോട് ചോദിക്കുക. റബ്ബ് നമ്മുടെ മുന്നിൽ മൂസാ നബി അലൈഹി സ്വലാമിന് വഴിയൊരുക്കിയ രൂപത്തിൽ നമുക്കല്ലാഹു വഴി കാണിക്കും. ആ തിരിച്ചറിവോടുകൂടെ നമ്മുടെ റബ്ബിലേക്ക് കൂടുതൽ അടുക്കുക. അതിന് നമ്മുടെ തിന്മകൾ തടസ്സമാകരുത്. അള്ളാഹുവിനോട് തിന്മകൾ ഏറ്റുപറയുക. അള്ളാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു നൽകുമാറാകട്ടെ. നമ്മളിൽ നിന്ന് വന്നുപോയ വീഴ്ചകൾ കാരുണ്യവാനായ റബ്ബേ നീ പുറത്തു നൽകണമേ.